എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഗ്രീസിലെ ഒരു ഹിസ്റ്റോറിക്കൽ സിറ്റിയിലാണ് കേട്ടോ. വേറെ എവിടെയുമല്ല, ടെസ്ലോനിക്കി എന്ന് പറയുന്ന സിറ്റിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഏതൻസ് കഴിഞ്ഞാൽ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള വേറൊരു സിറ്റിയാണ് ടെസ്ലോനിക്കി. അപ്പോൾ ഒരുപാട് ഫിലിം സ്റ്റാർസിൻ്റെ ഒക്കെ ഫേവറേറ്റ് സ്പോട്ട് എന്ന് പറയുന്ന സ്ഥലം ഗ്രീസാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് ഇൻ്റർവ്യൂവിലൊക്കെ അവരൊക്കെ പറയുന്നതാണ് നമ്മുടെ ഫേവറേറ്റ് സ്പോട്ട് ഗ്രീസാണെന്നുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ടെസ്ലോനിക്കി. ഹിസ്റ്റോറിക്കൽ കൂടുതലാണ്. അപ്പോൾ ഹിസ്റ്ററി ബേസ് പറയുകയാണെങ്കിൽ ടെസ്ലോനിക്കിക്ക് ഒരുപാട് കഥകളുണ്ട് പറയാനായിട്ട്. അതെന്ന് വെച്ചാൽ 300-200 വർഷങ്ങളല്ല, ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരുപാട് കഥകളാണ് ഈ ടെസ്ലോനിക്കി സിറ്റിയിൽ പറയാനുള്ളത്. അതുകൂടാതെ ഞാൻ തംബ്നെയിൽ കൊടുത്തിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു, ട്രാവൽ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പൈസ സമ്പാദിക്കാൻ പറ്റുന്ന കാര്യം. അതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എല്ലാവരും ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും കൂടുതലായിട്ട്. ചില ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ട്രാവൽ പ്ലാൻ അങ്ങനെയൊന്നും അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്നതാണെങ്കിൽ നമ്മുടെ കൂടെ എങ്ങനെ ആയിക്കഴിഞ്ഞാലും ഒരു അടിപൊളിയായിട്ടുള്ള ക്യാമറ അല്ലെങ്കിൽ ഒരു നല്ല അടിപൊളി മൊബൈൽ ഫോൺ നമ്മൾ കരുതി വെക്കുക. അതെന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ, കൂടുതൽ പേരും നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കും. കൂടുതൽ പേര് എടുക്കുന്ന ഫോട്ടോസൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ തന്നെ സ്വന്തം ഫോട്ടോ, നമ്മൾ സെൽഫി ഫോട്ടോ, ഇതൊക്കെയാണ് നമ്മൾ കൂടുതൽ ആളുകൾ എടുക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അടിപൊളി ലൊക്കേഷൻസൊക്കെ ഫോട്ടോ എടുക്കുക, അല്ലെ വീഡിയോ ആയിട്ട് എടുക്കുക. അതിപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ കാലത്ത് ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. അതായത് നിങ്ങളുടെ ഫോട്ടോസ് മേടിക്കാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള അടിപൊളി ഫോട്ടോസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫോട്ടോ സെല്ല് ചെയ്യാൻ പറ്റും. അങ്ങനെ സെല്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു എന്താ പറയണ്ടേ, ഒരു നല്ലൊരു പ്രൈസ് തന്നെ അവർ നമുക്ക് തരും നമ്മുടെ ഫോട്ടോസിന്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോട്ടോസൊക്കെ നല്ല ക്വാളിറ്റി വേണം, പിന്നെ ഒറിജിനലായിരിക്കണം കേട്ടോ. ഗൂഗിളിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം നടക്കില്ല കേട്ടോ. അതൊക്കെ ഷോക്കായിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് നല്ല അടിപൊളി ക്യാമറ ഒക്കെ എടുത്ത് പോയിട്ട് അടിപൊളി ഫോട്ടോസ് എടുക്കുക. അപ്പോൾ ഈ ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് നല്ലൊരു പൈസ നിങ്ങൾ സമ്പാദിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാനും ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ കൂടുതലും റിവ്യൂലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര ഒരു ഇതായിട്ട് കിട്ടുന്നില്ല. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ യൂട്യൂബിൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കും യൂട്യൂബിൽ നിന്ന് പൈസ ഇതായിട്ട് കിട്ടുന്നുണ്ടല്ലോ, പിന്നെ എന്താണ്, യൂട്യൂബിൽ കിട്ടുന്നതിനെക്കാട്ടും കൂടുതൽ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് വെബ്സൈറ്റിൽ നിന്ന് പൈസ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായിട്ട് പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എടുക്കുന്ന പല വീഡിയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് ഗോപ്രോ എന്നാണ് കേട്ടോ. പക്ഷേങ്കിൽ ഗോപ്രോനെക്കാട്ടും കൂടുതൽ ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് മൊബൈലിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു അഭിപ്രായം കൂടി കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഏത് വീഡിയോസാണ് അടിപൊളി എന്നുള്ളത്. അതായത് ഇപ്പോൾ റീസെൻ്റായിട്ട് എടുത്ത വീഡിയോസാണോ അല്ലെങ്കിൽ പഴയ വീഡിയോസൊക്കെ ആണോ, എങ്ങനെയാണ് അടിപൊളി എന്നുള്ളത്. GoPro 11 നിന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് വീഡിയോ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. പക്ഷേങ്കിൽ നമ്മളത് എഡിറ്റിങ്ങിലേക്ക് വരുന്ന സമയത്താണ് കുറച്ച് ഷോക്കായി വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, GoPro 11 ഒക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് ഒന്നിക്ക് മാക്ബുക്ക് വേണം, അല്ലെങ്കിൽ i7ൻ്റെ മേലെയുള്ള സാധനങ്ങളൊക്കെ കയ്യിൽ വേണം കേട്ടോ, ലാപ്ടോപ്പ്. അപ്പോൾ നമ്മുടെ കയ്യിൽ i7 ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ i5 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് എന്താ പറയുക, ക്വാളിറ്റിയുടെ കാര്യത്തിൽ കുറച്ച് ഷോക്കായിട്ട് പോകുന്നത്. അപ്പോൾ അതൊന്നും നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. അപ്പോൾ GoPro 11 മേടിക്കുന്നവർ എന്തായാലും ഒരു മാക്ബുക്ക് കൂടി മേടിച്ചോളൂ, അല്ലെങ്കിൽ ഒരു i7 സീരീസുള്ള ഒരു ലാപ്പ് കൂടി വാങ്ങുക. എന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു അടിപൊളി വിഷ്വൽസ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് എന്തായാലും GoProയിലല്ല, മൊബൈലിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റായിട്ട് ഇട്ടേക്കും.